ഹായ് ഓൾ. ഇപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നു ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ നമുക്കറിയാം ഓട്ടോ മീൻസ് സെൽഫ്, ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ആന്റിജൻസ് ഒക്കെ കയറുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ മേജർ സിസ്റ്റം ആണെന്ന്. സോ എന്താണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് നോക്കാം. സോ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഇസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം ഫെയിൽസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആൻഡ് റിയാക്ട്സ് ബൈ ദ ഫോർമേഷൻ ഓഫ് ഓട്ടോ ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് വൺസ് ഓൺ ടിഷ്യൂ ആന്റിജൻസ്. സോ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഫെയിൽ ആവുകയാണ്, നമ്മുടെ ഓൺ സെൽസിനെയും മറ്റ് ആന്റിജൻസിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാതെ അത് ഫെയിൽ ആവുകയാണ്. അത് മാത്രമല്ല, അത് ഫോർമേഷൻ ഓഫ് ഓട്ടോ ആന്റിബോഡീസ്, നമ്മുടെ ബോഡിയിലത്തെ സെൽസിനെതിരായിട്ട് ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഇസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം ഫെയിൽസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആൻഡ് റിയാക്ട്സ് ബൈ ദ ഫോർമേഷൻ ഓഫ് ഓട്ടോ ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് വൺസ് ഓൺ ടിഷ്യൂ ആന്റിജൻസ്. In other words, there is loss of tolerance to one's own tissues. Autoimmunity is the opposite of immune tolerance. നമ്മുടെ ബോഡിയിൽ ഈ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറഞ്ഞ സാധനമാണ് സെൽഫും നോൺ സെൽഫ് ആയിട്ടുള്ള സെൽസിനെയും ടിഷ്യൂസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതിന്റെ ടോളറൻസ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ, ഇമ്മ്യൂൺ ടോളറൻസ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. സോ ഓട്ടോ ഇമ്മ്യൂണിറ്റി occurs when the immune system mistakenly attacks the body's own healthy cells, tissues or organs, leading to various autoimmune diseases. This breakdown of self-tolerance can result in chronic inflammation and organ dysfunction. So, എന്താണ് ഇമ്മ്യൂൺ റെഗുലേഷൻ എന്നുള്ളതാണ്. എ ഡിഫക്ട് ഇൻ എനി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ക്യാൻ ട്രിഗർ ഓട്ടോ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ആണല്ലോ റെഗുലേറ്റ് ചെയ്യുന്നത്. ബോഡിയിൽ എന്തൊക്കെയുണ്ട്? ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ബൈ ബർത്ത് തന്നെ കിട്ടുന്നത്. അക്വയർഡിൽ സെൽ മീഡിയേറ്റഡും ഹ്യൂമറലും ഉണ്ട്. സെൽ മീഡിയേറ്റഡ് ആരാണ്? ടി സെൽസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മീഡിയേറ്റ് ചെയ്യുന്ന ഹ്യൂമറൽ ബി സെൽസ് ആണ്. ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിഫക്ട്സ് വരുമ്പോൾ ആക്ച്വലി ലീഡ്സ് ടു ഓട്ടോ ഇമ്മ്യൂണിറ്റി കണ്ടീഷൻസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂൺ ടോളറൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഇമ്മ്യൂൺ ടോളറൻസ് ഈസ് എ നോർമൽ ഫിനോമിനൻ പ്രസന്റ് സിൻസ് ഫീറ്റൽ ലൈഫ് and is defined as the ability of an individual to recognize self tissue and antigens. So നമ്മുടെ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഫീറ്റൽ ലൈഫ്, ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു റെക്കഗ്നൈസ് സെൽഫ് ടിഷ്യൂസ് ആൻഡ് ആന്റിജൻ. നമ്മുടെ ബോഡിയിലുള്ള സെൽഫ് ടിഷ്യൂസിനെയും ആന്റിജൻസിനെയും അതുപോലെ തന്നെ പുറത്ത് വരുന്ന ആന്റിജൻസിനെയും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഇമ്മ്യൂൺ ടോളറൻസ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള മെക്കാനിസംസ് ആണ് മൂന്നെണ്ണമാണ്: ക്ലോണൽ എലിമിനേഷൻ, കോൺസെപ്റ്റ് ഓഫ് ക്ലോണൽ അനാർജി ആൻഡ് സപ്രസർ ടി സെൽസ്. സോ ഫസ്റ്റ് വൺ, ക്ലോണൽ എലിമിനേഷൻ. ഈ തിയറി പ്രകാരം എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് ടി സെൽസ് മെച്ചൂർ ആവും തൈമസിൽ വെച്ചിട്ട്. അക്വയർ ദ എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് സെൽഫ് ഫ്രം നോൺ സെൽസ്. ടി സെൽസ് ആണ് തൈമസിൽ മെച്ചൂർ ആവുന്ന ടി സെൽസ്. എന്ത് ചെയ്യും? ടി സെൽസിന് എബിലിറ്റി ഉണ്ട് സെൽഫ് ഫ്രം നോൺ സെൽഫ്, സെൽഫും നോൺ സെൽഫും തിരിച്ചറിയാനുള്ള എബിലിറ്റി ഉണ്ട്. ഈ ടി സെൽസ് എന്ത് ചെയ്യും? പിന്നെ അപ്പോപ്ടോസിസ് വഴി, അതായത് ജനറ്റിക്കലി പ്രോഗ്രാം ഡെത്ത് വഴി അത്യാവശ്യം നല്ല രീതിയിൽ ടോളറന്റ് ഇൻഡിവിജ്വലിൽ അത് എലിമിനേറ്റ് ചെയ്ത് പോകും. അതായത് ടോളറന്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ ടോളറൻസ് ലോസ്റ്റ് ആവുന്നതാണ്. ടോളറന്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് സോ ടോളറന്റ് ആണ്. അപ്പൊ അവർക്ക് സെൽഫ് നോൺ സെൽഫിനെ തിരിച്ചറിയാൻ കഴിവുള്ള ആൾക്കാരാണ് ടോളറന്റ് ഇൻഡിവിജ്വൽസിൽ ഈ ടി സെൽസ് എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്ത് പോകും. Then second one, concept of clonal energy. T lymphocytes and ividim which have acquired the ability to distinguish self from non-self are not eliminated but instead become non-responsive and inactive. ഇതിലും T lymphocytes തന്നെയാണ് അക്വയർ ചെയ്യുന്നത് എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ഫ്രം സെൽഫ് ആൻഡ് നോൺ സെൽഫ്. സെൽഫും നോൺ സെൽഫും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നത് T lymphocytes ആണ്. പക്ഷെ നമ്മുടെ ക്ലോണൽ എലിമിനേഷനിൽ പോലെ ഈ സംഭവം എന്ത് ചെയ്യില്ല? അപ്പോപ്ടോസിസ് വഴി എലിമിനേറ്റ് ആവില്ല. പകരം ഇത് നോൺ റെസ്പോൺസീവ് ആൻഡ് ഇനാക്റ്റീവ് ആയിട്ട് മാറുന്നു. മൂന്നാമത്തത് സപ്രസർ ടി സെൽസ്. ദ ടോളറൻസ് ഈസ് അച്ചീവ്ഡ് ബൈ എ പോപ്പുലേഷൻ ഓഫ് സ്പെസിഫിക് സപ്രസർ ടി സെൽസ് വിച്ച് ഡു നോട്ട് അലോ ദ ആന്റിജൻ റെസ്പോൺസീവ് സെൽസ് ടു പ്രൊലിഫറേറ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ്. ഈ സപ്രസർ ടി സെൽസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവുന്ന ആന്റിജന്റെ റെസ്പോൺസീവ് സെൽസ് അല്ലെങ്കിൽ ആന്റിജൻസിനെ പ്രൊലിഫറേറ്റ് ചെയ്യാനോ ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ അലോ ചെയ്യില്ല. സോ അതാണ് മൂന്നെണ്ണം: ക്ലോണൽ എലിമിനേഷൻ, കോൺസെപ്റ്റ് ഓഫ് ക്ലോണൽ എനർജി ആൻഡ് സപ്രസർ ടി സെൽസ്. ഇത് മൂന്നുമാണ് മെക്കാനിസം ഓഫ് ഇമ്മ്യൂൺ ടോളറൻസ്. ഈ ഇമ്മ്യൂൺ ടോളറൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് സിലബസിൽ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പം എങ്ങാനും ചോദിച്ചാൽ 5 മാർക്സിന് ചോദിച്ചാൽ ഇത് എഴുതി വെക്കുക കേട്ടോ, കൂടെ ഡെഫിനേഷൻ അലോങ് വിത്ത് ദീസ് 3 മെക്കാനിസം. സോ ഈ ഫെയിലിയർ ഓഫ് ഇമ്മ്യൂൺ ടോളറൻസ് ആണ് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി അതിന്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആദ്യം ഇതിനെ ഹൊറർ ഓട്ടോടോക്സിക്കസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൊറർ ഓട്ടോടോക്സിക്കസ് അത്രയും എന്താ സെൽഫ് ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ ഇതിനെ കരുതിയിട്ടുണ്ടായിരുന്നത്. ഇത് ആദ്യം കോയിൻ ചെയ്ത് ജർമ്മൻ ഇമ്മ്യൂണോളജിസ്റ്റ് ആയിട്ടുള്ള പോൾ ഏളിച്ച് ആണ്. പോൾ ഏളിച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹമാണ് നമ്മുടെ ഫാദർ ഓഫ് കീമോ തെറാപ്പിയൊക്കെ അറിയപ്പെടുന്നത്. അതെ, ഐ തിങ്ക് അങ്ങനെ ഈ ഡിസിൻഫെക്റ്റൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച എന്തൊക്കെയോ മഹത് വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ക്രൈറ്റീരിയ ഫോർ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ്. സോ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി? ഇത് ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്താ, ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ കുറിച്ച് പറയാൻ പറഞ്ഞു, പ്ലസ് ക്രൈറ്റീരിയ ഫോർ ഓട്ടോ ഇമ്മ്യൂണിറ്റി ചോദിച്ചിട്ടുണ്ട്. സോ ടു ഐഡന്റിഫൈ ആൻഡ് കൺഫേം ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് സർട്ടൻ ക്രൈറ്റീരിയ ആർ ദർ. സോ ഫസ്റ്റ് വൺ പ്രസൻസ് ഓഫ് ഓട്ടോ ആന്റിബോഡീസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഓട്ടോ ആന്റിബോഡീസ് ആണ്. അതിൽ ആദ്യം വരുന്നത് ഡിറ്റക്ഷൻ ഓഫ് ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ് ദാറ്റ് റിയാക്ട് അഗെയിൻസ്റ്റ് ദ ബോഡീസ് ഓൺ ടിഷ്യൂസ്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ഇതിനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ഫോം ചെയ്യുന്നു പറഞ്ഞു? ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്യുന്നു പറഞ്ഞു. നമ്മുടെ ബോഡീസിലുള്ള സെൽസിനെതിരായിട്ട് നമ്മുടെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ ബോഡി തന്നെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓട്ടോ ആന്റിബോഡീസ് എന്ന് പറയാം. സോ ആ ഓട്ടോ ആന്റിബോഡീസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. അത് ബ്ലഡിൽ നമ്മൾ ഉണ്ടോ എന്ന് നോക്കും. നെക്സ്റ്റ് വൺ ഇമ്മ്യൂൺ റെസ്പോൺസ് ടു സെൽഫ് ആന്റിജൻസ്. എവിഡൻസ് ദാറ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് ആക്റ്റീവ്ലി ടാർഗറ്റിംഗ് സെൽഫ് ആന്റിജൻ പ്രോട്ടീൻ ഓർ മോളിക്യൂൾസ് നോർമലി പ്രസന്റ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോട്ടീനോ മോളിക്യൂളിനോ എതിരെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. ദെൻ റിപ്രൊഡക്ഷൻ ഓഫ് ഡിസീസ് ഇൻ എക്സ്പെരിമെന്റൽ മോഡൽസ്. ദ ഡിസീസ് ക്യാൻ ബി റിപ്രൊഡ്യൂസ്ഡ് ഇൻ ആനിമൽസ് ബൈ ട്രാൻസ്ഫറിംഗ് ഇമ്മ്യൂൺ സെൽസ് ഓർ ആന്റിബോഡീസ് ഫ്രം ആൻ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എന്താ പറയുക ഈ സംഭവം എടുത്തിട്ട് ഈ ഡിസീസ് നമുക്ക് എന്താണ് അനിമൽസിൽ റിപ്രൊഡ്യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാം ഈ സംഭവം ഇമ്മ്യൂൺ സെൽസിനെ അല്ലെങ്കിൽ ആന്റിബോഡീസിനെ ഇതാക്കിയിട്ട് അതിന് ആ ഇൻഡിവിജ്വലിനെ അഫക്ട് ചെയ്തിട്ടുള്ള സാധനം പെർട്ടിക്കുലർ മോഡൽസിൽ എക്സ്പെരിമെന്റൽ മോഡൽസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും ഓട്ടോ ഇമ്മ്യൂണിറ്റിക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിംറ്റംസ് ആൻഡ് സയൻസ് ദാറ്റ് മാച്ച് നോൺ ഇമ്മ്യൂണിറ്റി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. അപ്പോൾ സിംറ്റംസും സയൻസും ദാറ്റ് മാച്ച് അറിയപ്പെടുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് മാച്ചിങ് ആയിട്ടുള്ള എന്താണ് ഇത് ഫോം ചെയ്യാം, ഡിസീസസ് ഫോം ചെയ്യാം. അതാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ലൈക്ക് ജോയിന്റ് പെയിൻ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സ്കിൻ റാഷസ് ആൻഡ് ലൂപ്പസ് ഒക്കെ പോലുള്ള ക്ലിനിക്കൽ ആയിട്ട് ക്ലാസിക് കാർഡിനൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ ദാറ്റ് ആൾസോ ഇൻഡിക്കേറ്റ്സ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. Then response to immunosuppressive therapy. Improvement of symptoms when treated with drugs that suppress the immune system. അതായത് ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്നു, പക്ഷെ അതിനാൾക്ക് ഇമ്മ്യൂണോസപ്രസൻസ് ലൈക്ക് മെത്തോട്രോക്സൈഡ്, പ്രഡ്നിസോളോൺ പോലത്തെ ഡ്രഗ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഇമ്മ്യൂണോസപ്രസൻസ് ആയിട്ടുള്ള തെറാപ്പി സ്റ്റിറോയിഡ്സോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മെത്തോട്രോക്സൈഡ് പോലുള്ള ഡ്രഗ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അയാൾ ഇംപ്രൂവ് ആവുകയാണ്, കണ്ടീഷൻസ് ഇംപ്രൂവ് ആയി വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ആൾസോ ഇൻഡിക്കേറ്റ്സ് എ കൈൻഡ് ഓഫ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. സോ ദീസ് ആർ ദ ക്രൈറ്റീരിയ ഫോർ ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഏതൊക്കെയായിരുന്നു? 5 ക്രൈറ്റീരിയ ഉള്ളത്. ഒന്ന് പ്രസൻസ് ഓഫ് ഓട്ടോ ആന്റിബോഡീസ്, രണ്ടാമത്തെ ഇമ്മ്യൂൺ റെസ്പോൺസ് സെൽഫ് ആന്റിജൻസ്, പിന്നെ നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സാധനം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിൽ റിപ്രൊഡക്ഷൻ ഓഫ് ഡിസീസസ് ഉണ്ടാക്കിയാൽ റിപ്രൊഡക്ഷൻ ഓഫ് ഡിസീസസ് ഇൻ എക്സ്പെരിമെന്റൽ മോഡൽസ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, റെസ്പോൺസ് ടു ഇമ്മ്യൂണോസപ്രസീവ് തെറാപ്പി. ദീസ് ആർ ദ 5 ക്രൈറ്റീരിയ ഫോർ ഓട്ടോ ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവത്തേക്ക് നമ്മൾ കിടക്കുകയാണ്, പാത്തോജെനസിസ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂണിറ്റി റിസൾട്ട്സ് ഫ്രം എ ബ്രേക്ക് ഡൗൺ ഇൻ ഇമ്മ്യൂൺ ടോളറൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇമ്മ്യൂൺ ടോളറൻസ് നഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ ലോസ് ആകുമ്പോഴാണ് മെയിനായിട്ട് ഈ പറഞ്ഞ എന്തുണ്ടാവുക എന്ന് പറഞ്ഞു, ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ആ കോസസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിനായിട്ട് അതിൻ്റെ കാരണങ്ങളെ എറ്റിയോളജീനെയും നമ്മൾ മെയിനായിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ്, ജനറ്റിക് ഫാക്ടേഴ്സ്, മൈക്രോബിയൽ ഫാക്ടേഴ്സ്. ഓക്കെ, ദീസ് ആർ ദ 3 മെയിൻ ഫാക്ടേഴ്സ് that affects the breakdown of immune tolerance and later they will cause autoimmunity. Okay, so first one immunological factors. അപ്പോൾ 3 മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഓട്ടോ ഇമ്മ്യൂണിറ്റിനെ അഫക്ട് ചെയ്യുന്നത്. ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ്, ജനറ്റിക് ഫാക്ടേഴ്സ് ആൻഡ് മൈക്രോബിയൽ ഫാക്ടേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് വി ഗോ ഫോർ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് പോളിക്ലോണൽ ബി സെൽ ആക്ടിവേഷൻ. നമ്മൾ പറഞ്ഞു പോളിക്ലോണൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ബി സെല്ലിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരേ മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോൺസിൽ നിന്ന് പോളിക്ലോണൽ നമ്മൾ
മോണോക്ലോണൽ ആണ് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി. ഇതിൽ പോളിക്ലോണൽ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബി സെൽസ് എന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ക്ലോൺഡ് ആയിട്ടുള്ള കുറെ സെൽസിന് ബി സെൽസിനെയാണ് പോളിക്ലോണൽ എന്ന് പറയാ. പോളിക്ലോണൽ ബി സെൽ ആക്ടിവേഷൻ, അതായത് ഡയറക്റ്റ് സ്റ്റിമുലേഷൻ ഓഫ് ബി സെൽസ് ആണ് ഉണ്ടാവുന്നത് ബൈ ഏതെങ്കിലും ഇൻഫെക്ഷൻ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസത്തിന്റെ അറ്റാക്കോ വരുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹ്യൂമറൽ ആന്റിബോഡീസിന്, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ അതെന്ത് ചെയ്യും, ടി സെൽസിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഡയറക്റ്റ് സ്റ്റിമുലേഷൻ ഓഫ് ബി സെൽസ് ബൈപ്പാസസ് ടി സെൽ റെഗുലേഷൻ. ടി സെൽസിനെ ബൈപ്പാസ് ചെയ്തിട്ട് ബി സെൽസ് ആണ് മെയിൻ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു ടി സെൽസിനാണ് ഈ ഇമ്മ്യൂൺ ടോളറൻസിനുള്ള കഴിവുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബി സെൽസ് ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, അതൊരു വൺ ഓഫ് ദ ഫാക്ടർ ആയിട്ട് ഈ ഇമ്മ്യൂൺ ടോളറൻസിന്റെ ബ്രേക്ക് ഡൗണിന് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ടി സെൽ സപ്രസർ ടി സെൽസും മാത്രമല്ല, ക്ലോണൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 മെക്കാനിസത്തിലും ടി ലിംഫോസൈറ്റ്സ് ആയിരുന്നു മേജർ ആയിട്ട് ഈ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആന്റിജൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, സെൽഫ് റിയാക്റ്റീവ് ബി സെൽ ക്ലോൺസ്. അബ്നോർമലി ജനറേറ്റഡ് ബി സെൽസ് പ്രൊഡ്യൂസ് ഓട്ടോ ആന്റിബോഡീസ്. ഇനി അബ്നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ബി സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഓട്ടോ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ, ടി സെല്ലിന്റെ ഇംബാലൻസ്. സപ്രസർ ടി സെല്ല് കുറയുന്നു, അതുപോലെ തന്നെ ഹെൽപ്പർ ടി സെൽസ് കൂടുക. നമ്മൾ പറഞ്ഞു സപ്രസർ ടി സെൽസ് ആണ് മെയിൻ ആയിട്ട് ഇമ്മ്യൂൺ ടോളറൻസിൽ ചുക്കാൻ പിടിക്കുന്നത്. ഈ സപ്രസർ ടി സെൽസ് കുറയുക എന്ന് പറയുമ്പോൾ അതിന് ഈ പറഞ്ഞ സെൽഫ് നോൺ സെൽഫ് ടിഷ്യൂ അതിന്റെ ഡിസ്റ്റിങ്ഷന് മതിയായ രീതിയിൽ ആൾ തികയാണ്ടാവുകയും ഹെൽപ്പർ ടി സെൽസ് ആണെങ്കിൽ കൂടുകയും ചെയ്യുന്നു. സോ മെയിൻ ആയിട്ട് ഇതിന്റെ ഈ ഇമ്മ്യൂൺ ടോളറൻസിൽ മെയിൻ റോൾ വഹിക്കുന്നത് സപ്രസർ ടി സെൽസ് ആണ്. അതിന്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ ഓട്ടോ ആന്റിബോഡീസ് പ്രൊഡക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് ഒന്നാമത്തെ. നമ്മൾ 3 പറഞ്ഞു. നാലാമത്തെന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേഷൻ ഓഫ് ആന്റി ഇഡിയോടൈപ്പ് നെറ്റ്വർക്ക് കൺട്രോൾ. ഈ ആന്റി ഇഡിയോടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആന്റിബോഡീസിലുള്ള നമ്മുടെ ഫാബ്, FC എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് പോർഷൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് അതിന്റെ ഫ്ലക്ച്വേഷൻ ആണ്. ലോസ് ഓഫ് റെഗുലേറ്ററി കൺട്രോൾ ലീഡ്സ് ടു ടോളറൻസ് ബ്രേക്ക് ഡൗൺ. അതിലുണ്ടാവുന്ന എന്തെങ്കിലും രീതിയിലുള്ള റെഗുലേഷൻസ് പ്രോപ്പറായിട്ട് നടക്കാണ്ടാകുമ്പോൾ അതും എന്തുണ്ടാവും, നമ്മുടെ ഇമ്മ്യൂൺ ടോളറൻസിനെ ബാധിക്കുന്നുണ്ട്. ദെൻ സെക്വസ്റ്റേർഡ് ആന്റിജൻസ്. സെക്വസ്റ്ററേഷൻ എന്ന് പറയുന്ന ഒരു ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, സെക്വസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് നമ്മൾ സാധാരണ. എന്താണ് സെക്വസ്ട്രേഷൻ? ഒരു മിനിറ്റ്. സെക്വസ്റ്റേർഡ് ആന്റിജൻസ്. സെക്വസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെക്വസ്റ്റേർഡ് ആന്റിജൻസ് റിലീസ്ഡ് ഫ്രം ടിഷ്യൂസ്. സെൽഫ് ആന്റിജൻ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി സെക്വസ്റ്റേർഡ് മേ ആക്ട് ആസ് ഫോറിൻ ആന്റിജൻ. അതായത് നമ്മുടെ നമ്മൾ സെക്വസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഒളിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് മാറിപ്പോകുന്ന എന്നുള്ള അർത്ഥമാണ്. ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ സെൽഫ് ആന്റിജൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി സെക്വസ്റ്റേർഡ് മേ ആക്ട് ആസ് ഫോറിൻ ആന്റിജൻ ഇഫ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സർക്കുലേഷൻ ലേറ്റർ. ഈ പറഞ്ഞതുപോലെ കുറച്ച് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ആന്റിജൻസ് ആണെന്ന് വെച്ചാൽ ടിഷ്യൂസ് നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ആന്റിജൻസ് ആണെന്ന് വെച്ചാൽ അത് പിന്നീട് സർക്കുലേഷനിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, വിച്ച് മേ ആക്ട് ആസ് ഫോറിൻ ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇൻ ട്രോമ ടു ദ ടെസ്റ്റിസിൽ ഉണ്ടാകുന്ന ട്രോമയിൽ ദർ ഇസ് ഫോർമേഷൻ ഓഫ് ആന്റി സ്പേം ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് സ്പെർമാറ്റോസോവയ്ക്ക് എതിരായിട്ട് ഉണ്ടാവുന്ന ആന്റി സ്പേം ആന്റിബോഡീസ് ഉണ്ട്. സിമിലർ ഇസ് ദ ഫോർമേഷൻ ഓഫ് ഓട്ടോ ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് ലെൻസ് ക്രിസ്റ്റലൈൻ. ഇതേ സാധനം എന്ത് ചെയ്യും, നമ്മുടെ ലെൻസ് ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ലെൻസ് ക്രിസ്റ്റലിൻ ഒരു എക്സാമ്പിൾ ആണ്. അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഓട്ടോ ആന്റിബോഡീസും സോ ഈ ടെസ്റ്റിസിൽ ഒരു ട്രോമ ഉണ്ടായ സമയത്ത് അവിടെ ഒരു ഫോർമേഷൻ ഓഫ് ആന്റി സ്പേം ആന്റിബോഡീസ് സ്പെർമാറ്റോസോവയ്ക്കെതിരെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സാധനം ഈ ആന്റിസ്പേം ആന്റിബോഡീസ് എന്ന് പറയുന്നത് കുറച്ച് നാള് എന്താ പറയാ ഒരു ഫോറിൻ ആന്റിജനായിട്ട് ആക്ട് ചെയ്തിട്ട് ലെൻസ് ക്രിസ്റ്റലൈനിലും സെയിം ആയിട്ടുള്ള ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്തു എന്നാണ്. മീൻസ് അതിന് ലെൻസ് ക്രിസ്റ്റലൈൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതിനും ഈ പറഞ്ഞ പോലെ ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്തതാണ്. നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട്
ഓക്കെ, നിങ്ങൾ മെയിനായിട്ട് ഇതിൽ നോക്കേണ്ടത് മൂന്ന് ഇതുണ്ട്, മൂന്ന് മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഇമ്മ്യൂണോളജിക്കലിൽ പോളിക്ലോണൽ ബി സെൽ ആക്ടിവേഷൻ ഉണ്ട്, സെൽഫ് റിയാക്റ്റീവ് ബി സെൽ കോൺസിന്റെ ടി സെല്ലും ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഈ മൂന്നെണ്ണം, ആദ്യത്തെ മൂന്നെണ്ണെങ്കിലും എഴുതി വെക്കാം, മൊത്തം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കേട്ടോ. കാരണം ഇത് മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടി സെല്ലിനെ അവിടെ സപ്രസ് ചെയ്യുന്നത് കാരണമാണ് ഈ മൂന്നെണ്ണത്തിന്, അല്ലെങ്കിൽ ടി സെല്ലിന്റെ ഇംബാലൻസ് വരുന്നത് കൊണ്ടാണ് മെയിനായിട്ട് ഇമ്മ്യൂൺ ടോളറൻസ് അവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നത്. നെക്സ്റ്റ് വൺ ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. HLA അസോസിയേഷൻ, ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജന്റെ അസോസിയേഷൻ ആണ്. ഇൻക്രീസ്ഡ് എക്സ്പ്രഷൻ ഓഫ് ക്ലാസ് 2 HLA ഓൺ ടാർഗറ്റ് ടിഷ്യൂ ഇൻവോൾവ്ഡ് ഇൻ ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റിയിൽ ക്ലാസ് 2 HLA ഒരുപാട് എക്സ്പ്രസ് ചെയ്തെന്ന് വെച്ചാൽ അതിൽ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ഓട്ടോ ഇമ്മ്യൂണിറ്റിക് ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ജനറ്റിക് ഫാക്ടറിൽ വരുന്നതാണ്. പിന്നെ ഫെമിലിയൽ ടെൻഡൻസി ആസ് യൂഷ്വൽ, ജനറ്റിക് പ്രീഡിസ്പോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മക്കൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സും ജനറ്റിക് ഫാക്ടേഴ്സും കാരണം. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ മൈക്രോബിയൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ വിത്ത് മൈക്രോ ഓർഗാനിസംസ്, പെർട്ടിക്കുലർലി വൈറസസ്. അതുപോലെ തന്നെ നമ്മുടെ എപ്സ്റ്റെറിൻ ബാരി വൈറസ് എന്ന് പറഞ്ഞിട്ട് ഒരു കറക്റ്റ് അതിന്റെ പേര് തന്നെ അങ്ങനെ എന്തോ ഒരാളാണ്. എപ്സ്റ്റെറിൻ ബാരി ഒരു EBV പറഞ്ഞിട്ടൊരു ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കൈ, ക്ലബ്സിയല്ലെ, ഇങ്ങനത്തെ മൈക്കോപ്ലാസ്മ, അതുപോലത്തെ എന്തെങ്കിലും രീതിയിലുള്ള കുറച്ച് കൂടിയ ഇനം വൈറസുകളുടെ ഇൻഫെക്ഷൻസും ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻസും കാരണം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസസ് ഇല്ല, ലാക്കിംഗ് ആണ്. സോ മൂന്ന് മെയിൻ ആയിട്ടുള്ള പാത്തോജൻസിസ് തിയറീസ് ആണ് ഓട്ടോ ഇമ്മ്യൂണിറ്റിക്ക് ഉള്ളത്. ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, മൈക്രോബിയൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ മെക്കാനിസം ഓഫ് ഓട്ടോ ഇമ്മ്യൂണിറ്റി നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ജനറേഷൻ ഓഫ് ഇമ്മ്യൂൺ റെപ്പർട്ടോയ്സ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് തൈമസും ബോൺ മാരോയും ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ, മേജർ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തൈമസിലും ബോൺ മാരോന്നും എന്തിന്റെ സെൻട്രൽ ടോളറൻസ് പറയുമ്പോൾ മെയിൻ ആയിട്ട് ബി സെൽസ് ആണ്, സോറി ക്ലോണൽ ഇതിനെയാണ് നമ്മൾ പറയാ. അതായത് ബി സെൽസിന്റെ ആക്ടിവേഷൻ ആണ്. ആന്റി സെൽഫ് ലിംഫോസൈറ്റ് ഡിലീറ്റഡ് ബൈ അപ്പോപ്ടോസിസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി സെൽസ് ആക്ടിവേറ്റ് ആയിട്ട്, സോറി ബി സെൽസിന് ഓവർ ടി സെൽസിന്റെ ഓവർ ബി സെൽസ് ആക്ടിവേറ്റ് ആവും. അങ്ങനെ എന്ത് ചെയ്യും, അത് ഇൻടോളറന്റ് ആയിട്ടുള്ള ആൾക്കാരിന്ന് കുറച്ച് കഴിഞ്ഞാൽ അപ്പോപ്ടോസിസ് ആയിട്ട് അത് കളഞ്ഞു പോകും. ഇത് സോറി ഫുഡ് കൺഫ്യൂഷൻ ആയില്ലേ. അതായത് സെൻട്രൽ ടോളറൻസ് മീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെക്കാനിസം ഓഫ് ഇമ്മ്യൂൺ ടോളറൻസ് പറഞ്ഞില്ല, അതിലെ ഫസ്റ്റ് ക്ലോണൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതായത് ടി സെൽസ് ആണ് നമ്മുടെ ബോഡിയിൽ ശരിക്കും ആക്ടിവേറ്റ് ആയിട്ട് ഫീറ്റൽ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് തന്നെ സെൽഫും നോൺ സെൽഫും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ സെൻട്രൽ ടോളറൻസ് എന്ന് പറയുക. ആ സാധനം നമ്മൾ കുറച്ച് എംബ്രിയോണിക് സ്റ്റേജ് കഴിഞ്ഞ് കുറച്ച് മുതിർന്നു എന്ന് വെച്ചാൽ ടോളറന്റ് ആണെന്നുണ്ടെങ്കിൽ അത് അപ്പോപ്ടോസിസ് വഴി പോകും. അതാണ് സെൻട്രൽ ടോളറൻസ്. ഈ ലീക്കേജ് ഓഫ് ആന്റി സെൽഫ് ലിംഫോസൈറ്റ്സ് ടു പെരിഫറൽ എത്തുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതാണ് പെരിഫറൽ ടോളറൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തെങ്കിലും രീതിയിലുള്ള റോങ് ജീൻസോ റോങ് എൻവയോൺമെന്റോ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ ടോളറൻസ് ഫെയിൽസ് ആയിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. സെയിം കാര്യം നമ്മളിവിടെ പറയുന്നതേ ഉള്ളൂ. ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഹോർമോണൽ ഫാക്ടേഴ്സ് ആൻഡ് ഓൾട്ടോഡ് ഇമ്മ്യൂൺ റെഗുലേഷൻസ് കാരണം കൊണ്ട് അബ്നോർമൽ ആക്ടിവേഷൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം നടക്കുന്നു. അതിൽ നമ്മൾ എന്താണ് ഇമ്മ്യൂൺ കോംപ്ലക്സ്, അതുപോലെ തന്നെ ആന്റിജൻ പ്രസന്റ് സെൽസും ടി സെൽസും ബി സെൽസും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ആന്റിജൻ പ്രസന്റ് സെൽസ് ആന്റിനെതിരായിട്ട് ആന്റിബോഡി സൈറ്റോകൈൻസും മറ്റ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഒക്കെ ആക്ട് ചെയ്യും. ഇനി അപ്പൊ എന്ത് ചെയ്യും, സ്ട്രോങ് റിയാക്ടിവിറ്റി അഗെയിൻസ്റ്റ് ഓട്ടോ അല്ലെങ്കിൽ സെൽഫ് ആന്റിജൻസിനെതിരെ സ്ട്രോങ് റിയാക്ടിവിറ്റി ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൂടുതലും ഇവിടെ സെൽഫ് ആന്റിജൻ നമ്മുടെ തന്നെ സെൽസിനെതിരെ ആക്ട് ചെയ്തിട്ടാണ് ഈ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. ഇതൊരു സൈക്ലിക് പോലെയാണ് കാണിക്കുന്നത്. ഈ ഫാക്ടേഴ്സ് ട്രിഗർ ചെയ്യാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ പാത്തോജൻസിസോ അല്ലെങ്കിൽ തിയറീസ് ഓഫ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തം മെൻഷൻ ചെയ്യുക. അതിനുശേഷം പറ്റുമെങ്കിൽ ഈ മെക്കാനിസം ഓഫ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ എഴുതി വെക്കാം. ഓക്കെ, ദെൻ ടൈപ്സ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഓട്ടോ ആന്റിബോഡി ഫോർമേഷൻ. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഓട്ടോ ആന്റിബോഡി ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോ ആന്റിബോഡി ഫോം ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ആക്കുന്നത്. എപ്പോഴാണ് ഓട്ടോ ആന്റിബോഡി ഫോം ചെയ്യുക? നമ്മുടെ സെൽഫായിട്ടുള്ള സെൽസിനെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ. സോ അതിന്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓർഗൻ സ്പെസിഫിക് ഡിസീസസും ഓർഗൻ നോൺ സ്പെസിഫിക് ഡിസീസസും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓട്ടോ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഓട്ടോ ആന്റിബോഡി
antibody formation, the autoimmune diseases are broadly classified into two groups, organ specific and organ non specific അല്ലെങ്കിൽ systemic. സോ ഓർഗണിൽ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗൻസിൽ വരുന്നതും അല്ലാതെ ഹോൾ ബോഡിയിലായിട്ട് വരുന്നതും സിസ്റ്റമിക് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഓർഗൻ സ്പെസിഫിക് ഡിസീസസ് ഏതൊക്കെയാന്ന് നോക്കാം. ഇൻ ദീസ് എന്താണ് ഓർഗൻ സ്പെസിഫിക് ഡിസീസസ്? ഇൻ ദീസ് the autoantibodies formed react specifically against an organ or target tissue component and cause its chronic inflammatory destruction. So ഇതിൽ ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്താൽ തന്നെ നമ്മുടെ ആയിട്ടുള്ള സെൽസിനെതിരായിട്ട് ഒരു ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്യും. ഈ ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്താൽ അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഓർഗൻ അല്ലെങ്കിൽ ടിഷ്യൂനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ മെയിനായിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെ അത് ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. ദ ടിഷ്യൂസ് അഫക്റ്റഡ് ആർ നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് തൈറോയ്ഡ്, പാങ്ക്രിയാറ്റിക് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, അഡ്രിനൽ കോർട്ടെക്സ്, അലിമെന്ററി ട്രാക്ട്, ബ്ലഡ് സെൽസ് ആൻഡ് വേരിയസ് അതർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. അപ്പോൾ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ സ്പെസിഫിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്തത് റിയാക്ട് സ്പെസിഫിക്കലി അഗെയിൻസ്റ്റ് ആൻ ഓർഗൻ ഓർ ടാർഗറ്റ് ടിഷ്യൂ കമ്പോണന്റ് കോസ് ഇറ്റ്സ് ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസ്ട്രക്ഷൻ ആണ്. എക്സാമ്പിൾസാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അലിമെന്ററി ട്രാക്ടും കാര്യങ്ങളൊക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗൻ നോൺ സ്പെസിഫിക് ഓർ സിസ്റ്റമിക് ഡിസീസസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ദീസ് ആർ ദ ഡിസീസസ് ഇൻ വിച്ച് എ നമ്പർ ഓഫ് ഓട്ടോ ആന്റിബോഡീസ് ആർ ഫോംഡ് വിച്ച് റിയാക്ട് വിത്ത് ആന്റിജൻസ് ഇൻ മെനി ടിഷ്യൂസ് ആൻഡ് ദസ് കോസ് സിസ്റ്റമിക് ലീഷൻസ്. അതായത് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്പർ ഓഫ് ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്യും, അത് ആന്റിജനായിട്ട് റിയാക്ട് ചെയ്യും. അതായത് ആന്റിജൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ആന്റിജൻസ് ഇൻ മെനി ടിഷ്യൂസ് ആൻഡ് അത് പല ടിഷ്യൂസിലുള്ള സെൽഫ് ആന്റിജൻസ് ആയിട്ട് കോസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? സിസ്റ്റമിക് ആയിട്ടുള്ള ലീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഓർഗൻ നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ. ദ എക്സാമ്പിൾസ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ആർ വേരിയസ് സിസ്റ്റമിക് കൊളാജൻ ഡിസീസസ്. ഓക്കെ, ഇപ്പൊ സിസ്റ്റമിക് കൊളാജൻ ഡിസീസസ് ആണ് സിസ്റ്റമിക്കിന് എക്സാമ്പിൾ. അല്ലെങ്കിൽ ഓർഗൻ സ്പെസിഫിക്കിന് നമ്മൾ എൻഡോക്രൈനും അലിമെന്ററി ട്രാക്ട് ഒക്കെ പറഞ്ഞു. ഇത് അതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ടേബിൾ ആയിട്ട് പറയുകയാണ്. ഓർഗൻ നോൺ സ്പെസിഫിക്കും ഓർഗൻ സ്പെസിഫിക്കും സിസ്റ്റമിക് ആൻഡ് ലോക്കലൈസ്ഡ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഓരോ ഇതിലും വരുന്ന കണ്ടീഷൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പഠിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 4 എണ്ണമാണ് മെയിനായിട്ട് കണ്ടീഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും ഒക്കെ നിങ്ങൾക്ക് പഠിച്ചു തരാണ്ട് നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആയിട്ട് പറയാം. അത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആണ്. സോ അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, കാരണം അതിൽ ജീനിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. സോ നമുക്ക് അതൊക്കെ പറയാം. നിങ്ങൾക്ക് അറിയണ ഏതെങ്കിലും കണ്ടീഷൻസ് ഇപ്പം ചോദിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അറിയണമെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എഴുതാം. ഈ ഹഷിമോട്ടോസ് അറിയണമെങ്കിൽ ഹഷിമോട്ടോസ്, ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ് ഉണ്ടെങ്കിൽ അത്, ഗ്രേവ്സ് ഡിസീസ് ആണെങ്കിൽ അത്, അങ്ങനെ നിങ്ങൾക്ക് അറിയണം. മയസ്തീനിയ ഗ്രാവിസ് ആണെങ്കിൽ അത്, നിങ്ങൾക്ക് ഏതാണോ അറിയേണ്ടത് അത് എഴുതി വെക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ കണ്ടീഷൻസ് ആണ് സിസ്റ്റമിക്കിലും ലോക്കലൈസിലും വരുന്നത് നിങ്ങൾക്ക് ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ഫ്ലോ ചാർട്ട് വരച്ചിട്ട് എഴുതിയാൽ കുറച്ചുകൂടെ നന്നാവും. സോ നെക്സ്റ്റ് വൺ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ നമ്മുടെ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തീമാറ്റോസസ്, SLE. നമ്മൾ ഒരുപാട് വട്ടം ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സോ ഫസ്റ്റ് വൺ ഇതാണ്, SLE ആണ്. SLE is a chronic multi-system. So SLE is a chronic multi-system autoimmune disease characterized by the production of autoantibodies against nuclear and cytoplasmic antigens, leading to widespread inflammation and tissue damage. അപ്പോൾ SLE എന്ന് പറയുന്നത് എന്താ, ഒരു ക്രോണിക് ആയിട്ടുള്ളതും മൾട്ടി സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. മെയിൻ ആയിട്ട് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോ ആന്റിബോഡീസ് അഗെയിൻ ന്യൂക്ലിയസിലും അതേപോലെ തന്നെ സൈറ്റോപ്ലാസ്മിക്കിലുള്ള സെൽസിനെയാണ് മെയിൻ ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നത്, ആന്റിജൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലീഡിങ് ടു വൈഡ് സ്പ്രെഡ് inflammation and tissue damage. Okay, so SLE predominantly affects women of childbearing age. Most of the autoimmunity conditions predominance നോക്കുകയാണെങ്കിൽ അതായത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. ഓക്കെ, ഇപ്പൊ SLEയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചൈൽഡ് ബെയറിംഗ് ഏജ്, റിപ്രൊഡക്റ്റീവ് ഏജ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ഒക്കെ ആവാൻ, അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഏജ് സിംപിളി പറയണമെങ്കിൽ ആ ഒരു ഏജിലുള്ള സ്ത്രീകളാണ് കൂടുതലായിട്ടും ഈ ഒരു SLE കണ്ടുവരുന്നത്. അതിൽ റേഷ്യോ പറയുകയാണെങ്കിൽ ഫീമെയിൽ ടു മെയിൽ റേഷ്യോ എന്ന് പറയുന്നത് 9:1 ആണ്. അപ്പൊ തന്നെ നോക്കിയേ, മെയിലിൽ 1ഉം ഫീമെയിലിൽ 9ഉം, 9:1 എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നോക്കൂ, എത്ര തന്നെ കുറെ സ്ത്രീകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ദ ഡിസീസ് ഡിറൈവ്സ് ഇറ്റ്സ് നെയിം ലൂപ്പസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മീനിങ് wolf. ചെന്നായ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൽ നിന്ന് മീനിങ് വരുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ ലൂപ്പസ് എന്നുള്ളത് വന്നത്. സിൻസ് ഇനിഷ്യലി ദീസ് ഡിസീസ് വാസ് ബിലീവ്ഡ് ടു അഫക്ട് സ്കിൻ ഓൺലി ആൻഡ് ഈറ്റ് അവേ സ്കിൻ ലൈക്ക് എ വോൾഫ്. അതായത് ഈ ഡിസീസ് മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സ്കിന്നിനെ മാത്രം അഫക്ട് ചെയ്യുന്നതാണ്, ആൻഡ് ഈറ്റ് അവേ സ്കിൻ ലൈക്ക് എ വോൾഫ്.
നമ്മളത് ചെന്നായുടെ പോലത്തെയൊക്കെ ഇത് കഴിച്ചു എന്ന് വെച്ചാൽ അത് മാറുന്നുള്ള തെറ്റിദ്ധാരണയും പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. നെക്സ്റ്റ്, രണ്ട് ഫോംസ് ആണ് ലൂപ്പസിലുള്ളത്. ഒന്ന് സിസ്റ്റമിക് ഓർ ഡിസെമിനേറ്റഡ് ഫോമും ഉണ്ട്, ഡിസ്കോയിഡ് ഫോമും ഉണ്ട്. സോ ഫസ്റ്റ് വൺ, ഡിസെമിനേറ്റഡ് ഓർ സിസ്റ്റമിക് ഫോം. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് ഇൻഫ്ലമേറ്ററി ലീഷൻസ് widely scattered in the body and there is presence of various nuclear and cytoplasmic autoantibodies in the plasma. ഇപ്പൊ സിസ്റ്റമിക് അല്ലെങ്കിൽ ഡിസെമിനേറ്റഡ് ഫോമിൽ മെയിൻ ആയിട്ട് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് അക്യൂട്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ക്രോണിക് ലീഷൻസ് ഉണ്ടാവും. അത് വൈഡ്ലി സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതായിരിക്കും ബോഡിയിൽ. ആൻഡ് അതിൽ പ്രസൻസ് ഓഫ് വേരിയസ് ന്യൂക്ലിയർ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഓട്ടോ ആന്റിബോഡീസും ഉണ്ടാവാറുണ്ട്. ഡിസ്കോയിഡ് ഫോം എന്ന് പറയുമ്പോൾ ക്യാരക്ടറൈസ്ഡ് ബൈ ക്രോണിക് ആൻഡ് ലോക്കലൈസ്ഡ് സ്കിൻ ലീഷൻസ് ആണ്, ഇൻവോൾവിംഗ് ദ ബ്രിഡ്ജ് ഓഫ് നോസ് ആൻഡ് അഡ്ജസന്റ് ചീക്സ്. നോസിലും അതുപോലെ തന്നെ അഡ്ജസന്റ് ചീക്സിലുമാണ് മെയിൻ ആയിട്ട് കാണുക. വിത്തൗട്ട് എനി സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻ, വേറെ സിസ്റ്റമിക് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവില്ല. റെയർലി ഡിസ്കോയിഡ് ഫോം മേ ഡെവലപ്പ് ഇൻ ടു ഡിസെമിനേറ്റഡ് ഫോം. ഡിസെമിനേറ്റഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹോൾ ബോഡിയിൽ കാണപ്പെടുന്നതാണെങ്കിൽ ഡിസ്കോയിഡ് ഫോം എന്ന് പറഞ്ഞാൽ ചീക്കിലും മെയിൻ ആയിട്ട് നോസിന്റെ അവിടെയും കാണപ്പെടുന്നതാണ്. എറ്റിയോളജി നോക്കാം നമുക്ക്. മെയിൻ ആയിട്ട് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ ജീൻസ് കോൺട്രിബ്യൂട്ട് ടു SLE സസെപ്റ്റബിലിറ്റി ഇൻക്ലൂഡിംഗ് ദോസ് എൻകോഡിംഗ് ഇമ്മ്യൂൺ റെസ്പോൺസ് കമ്പോണൻസ് ആൻഡ് MHC. സോ MHCനെ കോഡ് ചെയ്യുന്ന ജീൻസിലുണ്ടാകുന്ന തകരാറ് മൂലം എന്തുണ്ടാവാം, നമ്മുടെ SLE ഉണ്ടാവാം. നെക്സ്റ്റ്, എൻവയോൺമെന്റൽ ട്രിഗേഴ്സ്. UV light infection, certain drugs and hormonal factors, especially estrogen, can precipitate or exacerbate SLE. So environmental triggers ആയിട്ടുള്ള UV light infections, certain drugs ആൻഡ് ഹോർമോൺ ഫാക്ടേഴ്സ് ലൈക്ക് ഈസ്ട്രജൻ ഒക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും ഈ SLE. ദെൻ ഇമ്മ്യൂണോളജിക്കൽ മെക്കാനിസം നോക്കുകയാണെങ്കിൽ ഡിഫക്റ്റീവ് ക്ലിയറൻസ് ഓഫ് അപ്പോപ്റ്റോട്ടിക് സെൽസ്, ലോസ് ഓഫ് ഇമ്മ്യൂൺ ടോളറൻസ്, ബി സെൽ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് പാത്തോജനിക് ഓട്ടോ ആന്റിബോഡീസ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ, ബി സെല്ലിന്റെ ഹൈപ്പർ ആക്റ്റീവ്നെസ് കാരണം കൊണ്ട്, അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള ഓട്ടോ ആന്റിബോഡീസിന്റെ കാരണം കൊണ്ട്, ഇമ്മ്യൂൺ ടോളറൻസ് നഷ്ടപ്പെടുന്ന കാരണം കൊണ്ടൊക്കെ നമുക്ക് എന്തുണ്ടാവാം, SLE ഉണ്ടാവാം. ദെൻ അതിൽ ഓട്ടോ ആന്റിബോഡീസ് എങ്ങനെയാണ്? ഓട്ടോ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ കോമൺലി ഡിറ്റക്റ്റഡ് ഓട്ടോ ആന്റിബോഡീസ് ഇൻ SLE ഇൻക്ലൂഡ് anti-dsDNA, ഡബിൾ സ്റ്റാൻഡേർഡ് DNA, anti-SM, anti-RO, anti-LA ആൻഡ് ആന്റി-ഫോസ്ഫോലിപ്പിഡ് ആന്റിബോഡീസ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഓട്ടോ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയഗ്നോസിസിനെ ഇതിൽ ഏതിലൊക്കെ ഡിറ്റക്ട് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ട്രിഗേഴ്സ്, ഇമ്മ്യൂണോളജിക്കൽ. രണ്ട് ടൈപ്പ് ഉണ്ട്, സിസ്റ്റമിക് ഓർ ഡിസെമിനേറ്റഡ് ഫോമും ഡിസ്കോയിഡ് ഫോമും SLEയുടെ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അതിന്റെ പാത്തോജൻസിസ് ആണ്. സോ ജനറ്റിക് ഫാക്ടേഴ്സ്, ഈ പറഞ്ഞ മ്യൂട്ടേഷൻസ് ഉണ്ടാവുന്നോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഇൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ലൈക്ക് UV ലൈറ്റോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വൈറസസ് ഒക്കെ കാരണം കൊണ്ട്, ഹോർമോൺസോ ഡ്രഗ്സ് ലൈക്ക് ഹൈഡ്രലോസിൻ, മിനോസൈക്ലിനൊക്കെ കാരണം കൊണ്ട് എന്തുണ്ടാവുന്നു? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ര ഇന്നത്തെ അണ്ടർസ്റ്റുഡ് അല്ല അതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാകുമ്പോൾ മൾട്ടിപ്പിൾ ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫക്ട്സ് ആണ് ഉണ്ടാവുന്നത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫക്ട്സ്, അതായത് ഡിസ്ഫങ്ഷൻ ഓഫ് ഡെൻഡ്രൈറ്റിക് സെൽസ്, ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ആണ് ഡെൻഡ്രൈറ്റിക് സെൽസ്, ബി സെൽസ്, ടി സെൽസ്. ഇതിന്റെയൊക്കെ എന്തുണ്ടാവുന്നു? ഡിസ്ഫങ്ഷൻ നടക്കുന്നു. അങ്ങനെ ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്യുകയും നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള ബി സെൽസ്, ടി സെൽസിന്റെ കേട്ടോ ഓട്ടോ റിയാക്റ്റീവ് ആയിട്ടുള്ള ടി സെൽസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്യുമ്പോൾ എന്താണ്? അബ്നോർമൽ പ്രൊഡക്ഷൻ ഓഫ് ഇമ്മ്യൂൺ കോംപ്ലക്സസ് ഉണ്ടാവുക. അതായത് നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂൺ കോംപ്ലക്സസ് ഫോം ചെയ്യുക. ഓട്ടോ ആന്റിബോഡീസ് ബൗണ്ട് ടു സെൽഫ് ആന്റിജൻസ് ആക്ടിവേറ്റിംഗ് കോംപ്ലിമെന്റ് പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അബ്നോർമൽ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഇമ്മ്യൂൺ കോംപ്ലക്സസ് ഫോം ചെയ്യുന്നു. അബ്നോർമൽ പ്രൊഡക്ഷൻ ഓഫ് ഇമ്മ്യൂൺ കോംപ്ലക്സസ് അബ്നോർമലി പ്രൊഡ്യൂസ് ചെയ്യുക. അത് ഫോർ എക്സാമ്പിൾ അതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഓട്ടോ ആന്റിബോഡീസ് സെൽഫ് ആന്റിജൻസിന്റെ ചുറ്റും ബൗണ്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ കോംപ്ലിമെന്റ് പ്രോട്ടീൻസിന് അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇനി ഓട്ടോ റിയാക്റ്റീവ് ആയിട്ടുള്ള ടി സെൽസ് ആണെങ്കിൽ അബ്നോർമൽ റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് സച്ച് ആസ് ഇന്റർഫെറോൺ ആൽഫ, ഇന്റർലൂക്കിൻ 6 ആൻഡ് ഇന്റർലൂക്കിൻ 10. ഇതൊക്കെ റിലീസ് ചെയ്യുന്ന കാരണം കൊണ്ട് അബ്നോർമൽ റിലീസ് ഈ ടി സെൽസിന്റെ ഓട്ടോ റിയാക്റ്റീവ് ടി സെൽസിന്റെ കാരണം ഉണ്ടാവുന്നു. ഇതെല്ലാം മാനിഫെസ്റ്റേഷൻസ് ഓഫ് SLE ആണ് ഇതാക്കുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ പാത്തോജൻസിസ്. നിങ്ങൾക്ക് 4 ഡിസീസ് ഞാൻ ഈ PPTയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 3 പഠിച്ചു വെക്കാം. സോ അടുത്തത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. SLE is known for its highly variable clinical presentation which can range from mild cutaneous involvement to severe life-threatening organ dysfunction വരെ ഉണ്ടാവാം. സോ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ജനറൽ ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഫെറ്റീഗ് ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, മലേസ്, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവും. ഇനി മസ്കുലോ സ്കെൽറ്റൽ ആണെങ്കിൽ അർത്രാൾജിയ,
ജോയിന്റ് പെയിൻ ഉണ്ടാവാറുണ്ട്, ആർത്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്, മയാൾജിയ മസിൽ പെയിൻ ഉണ്ടാവാറുണ്ട്. ഡെർമറ്റോളജിക്കലി നോക്കുകയാണെങ്കിൽ മലാർ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ റാഷ് എന്നാണ് അതിനെ പറയുക. അതുപോലെ തന്നെ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാവാറുണ്ട്. പിന്നെ അവിടെ ഡിസ്കോയിഡ് ലീഷൻസ് നമ്മൾ പറഞ്ഞു, നോസിലും അതുപോലെ തന്നെ ചീക്സിലും വരുന്നതാണ് ഡിസ്കോയിഡ് ലീഷൻസ്. അലോപീഷ്യ ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. റീനലിൽ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻയൂറിയ, ഹെമറ്റൂറിയ, നെഫ്രൈറ്റിക് ഓർ നെഫ്രോട്ടിക് സിൻഡ്രം ഉണ്ടാവാറുണ്ട്. ദെൻ ന്യൂറോളജിക്കൽ സീഷേഴ്സ്, സൈക്കോസിസ്, ഹെഡേക്സ്, കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ന്യൂറോളജിക്കലി ഉണ്ടാവാറുള്ളത്. കാർഡിയോ പൾമണറി ആണെങ്കിൽ പ്ലൂറൈറ്റിസ് ഉണ്ടാവും, പെരികാർഡൈറ്റിസ്, മയോകാർഡൈറ്റിസ്, പൾമണറി ഹൈപ്പർ ടെൻഷൻ, അതായത് ഹാർട്ടിന്റെ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. ദെൻ ഹെമറ്റോളജിക് അനീമിയ. ഹെമറ്റോളജിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് അനീമിയ ഉണ്ടാവും, ലൂക്കോപീനിയ, ലിംഫോപീനിയ, ത്രോംബോസൈറ്റോപീനിയ, ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദ നോട്ടബിൾ സയൻസ്, നമ്മൾ ഭയങ്കര കാർഡിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബട്ടർഫ്ലൈ റാഷ് ആണ്, മലാർ റാഷ്. എഡിത്തീമ ഓവർ ദ ചീക്സ് ആൻഡ് ബ്രിഡ്ജ് ഓഫ് ദ നോസ്, ഓഫൺ വേഴ്സൺ ബൈ സൺലൈറ്റ്. ശരിക്കും നമ്മളൊക്കെ കാണുമ്പോൾ ഈ കുട്ടിയുടെ മുഖം കണ്ടോ, ഒരു ബട്ടർഫ്ലൈന്റെ ചിറക് വെച്ചതുപോലെ ഉണ്ട് ഇവിടെ ഈ ഷേപ്പുകൾ കാണുമ്പോൾ. മീൻസ് നമ്മൾ കറക്റ്റായിട്ട് പ്യൂപ്പ നടുവിൽ മറ്റേ സാധനം അങ്ങനെ ബട്ടർഫ്ലൈ പോലെ തന്നെ നമുക്ക് അതിന്റെ ഷേപ്പ് പോകുന്നത്. അതുകൊണ്ടാണ് ബട്ടർഫ്ലൈ റാഷസ് എന്ന് പറയുന്നത്. അത് ചൂട് തട്ടുമ്പോൾ സൺലൈറ്റ് തട്ടുമ്പോൾ വേഴ്സൺ ആവുകയും ചെയ്യും. ഓറൽ അല്ലെങ്കിൽ നാസൽ ആയിട്ടുള്ള അൾസേഴ്സ് ഉണ്ടാവും. റൊനോഡ് ഫിനോമിനൻ ഉണ്ടാവും, അതായത് വാസോ സ്പാസം ഓഫ് ഫിംഗേഴ്സ് ടോസ് ഇൻ റെസ്പോൺസ് ടു കോൾഡ് ഓർ സ്ട്രെസ്. കോൾഡോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഉണ്ടാവുമ്പോൾ വാസോ സ്പാസം ഉണ്ടാവും, ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്ന കണ്ടീഷൻസ് ഫിംഗറിലും ടോലൊക്കെ. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ലബോറട്ടറി ഫൈൻഡിങ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടാണെങ്കിൽ ന്യൂക്ലിയർ ആന്റിബോഡി ANA നോക്കും. എല്ലാ SLE പേഷ്യൻസും ഇതിന് പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ നോട്ട് സ്പെസിഫിക് ആണ്. ദെൻ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടോ നോക്കും. ആന്റി ഡബിൾ സ്റ്റാൻഡേർഡ് DNA, അതുപോലെ തന്നെ ആന്റി SM ആർ ഹൈലി സ്പെസിഫിക് ഫോർ SLE. പിന്നെ നമ്മൾ നോക്കുന്നത് മറ്റ് ലബോറട്ടറി ടെസ്റ്റുകളായിട്ടുള്ള CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കും, യൂറിൻ അനാലിസിസ് നോക്കും, ESR, CRP, അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ലെവൽസും ഇമേജിംഗ് സ്റ്റഡീസും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. സോറി. മെയിൻ ആയിട്ട് അപ്പൊ SLE എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള മൾട്ടി സിസ്റ്റം ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണ് വിത്ത് ഓട്ടോ ആന്റിബോഡി പ്രൊഡക്ഷൻ. ഫീമെയിലാണ് പ്രീഡോമിനൻസ്. ഓർത്ത് വെക്കുക 9:1 ആണ്. റിപ്രൊഡക്റ്റീവ് ഏജിലാണ് കൂടുതലായിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ജനറ്റിക്, എൻവയോൺമെന്റൽ, അതുപോലെ തന്നെ മൈക്രോബിയൽ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞു. പിന്നെ കാർഡിനൽ ആയിട്ടുള്ള കാരണം മലാർ ഫിഷും അതുപോലെ തന്നെ മലാർ റാഷസും മലാർ റാഷ്, അതുപോലെ തന്നെ ആർത്രൈറ്റിസ്, നെഫ്രൈറ്റിസ്, സെറോസൈറ്റിസ്, സൈറ്റോപീനിയൊക്കെയാണ്. ഡയഗ്നോസിസിൽ ക്ലിനിക്കൽ അതുപോലെ തന്നെ ലബോറട്ടറിയിൽ നോക്കും നമ്മൾ. ANA അതുപോലെ തന്നെ ഓട്ടോ ആന്റിബോഡീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റിന് NSAIDസും ആന്റി മലേറിയൽസ്, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, ഇമ്യൂണോസപ്രസൻസ്, ബയോളജിക്കൽസ് കൊടുക്കും. പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഏർലി ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിലും കൂടുതലാണ്. സോ അതാണ് എന്തെന്ന് പറയുന്നത് SLE എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ജോഗ്രൻസ് ഡിസീസ് എന്ന് പറയുന്ന സിൻഡ്രം അല്ലെങ്കിൽ ജോഗ്രൻ സിൻഡ്രം. സോ ജോഗ്രൻ സിൻഡ്രം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ട്രയാഡ് ഓഫ് ഡ്രൈ ഐസ്, ഡ്രൈ മൗത്ത് ആൻഡ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. സോ ജോഗ്രൻസ് കണ്ടീഷനിൽ 3 എണ്ണം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡ്രൈ ഐസ് ആണ്, കെരാട്ടോ കൺജക്റ്റീവൈറ്റിസ്, സിക്ക. ഡ്രൈ മൗത്ത് എന്ന് പറയുന്നത് സെറോസ്റ്റോമിയ ആൻഡ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഈ 3 കണ്ടീഷൻസിന്റെ ഒരു ട്രയാഡ്, 3 കൂടെ ചേർന്നാണ് ജോഗ്രൻ സിൻഡ്രം എന്ന് പറയുന്നത്. ദ കോമ്പിനേഷൻ ഓഫ് ദ ഫോമർ 2 സിംറ്റംസ്, അതായത് ഡ്രൈ ഐസും ഡ്രൈ മൗത്തിനും മാത്രം നമ്മൾ സിക്ക സിൻഡ്രം എന്ന് പറയാറുണ്ട്. So, Sjogren's syndrome എന്ന് പറഞ്ഞാൽ it is a chronic systemic autoimmune disorder in which the immune system attacks the body's moisture producing glands, primarily affecting the eyes and mouth, but it can also involve other organs and tissues. So, Sjogren's condition എന്ന് പറയുന്നത് Sjogren's disease എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സിസ്റ്റമിക് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. മെയിൻ ആയിട്ട് എവിടെയാണ് അത് അഫക്ട് ചെയ്യുന്ന, ഇമ്മ്യൂണിറ്റി എവിടെ അറ്റാക്ക് ചെയ്യുന്നത് വെച്ചാൽ എവിടേക്കാണോ നമ്മുടെ മോയ്സ്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ്, അതായത് നമ്മുടെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ്, ലാക്രമൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് ഒക്കെ ഉള്ള സംഭവങ്ങൾ അവിടെയൊക്കെ പോയിട്ടാണ് മെയിൻ ആയിട്ട് അത് ആക്ട് ചെയ്യുക. ബോഡീസ് മോയ്സ്ചർ പ്രൊഡ്യൂസിങ് ഗ്ലാൻസിൽ അത് അറ്റാക്ക് ചെയ്തിട്ട് അത് ഐസും മൗത്തും ഒക്കെ ഡ്രൈ ആക്കും. ഭയങ്കര ഡ്രൈ ആയിരിക്കും ഇവരുടെ കണ്ണും തൊണ്ടയൊക്കെ, പെട്ടെന്ന് ഡ്രൈ ആവണം തൊണ്ടയൊക്കെ ആയിരിക്കും ഇവർക്ക്. അതിൽ മറ്റ് അവയവങ്ങളോട്ടും അത് ബാധിക്കാറുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഓട്ടോഇമ്യൂൺ ഡിസീസസ് വിത്ത് എ സ്ട്രോങ് ഫീമെയിൽ പ്രീഡോമിനൻസ് ആൻഡ് ടിപ്പിക്കലി പ്രസൻസ് ഇൻ പീപ്പിൾ ഓവർ ദ ഏജ് ഓഫ് 40. സോ നമ്മൾ SLE സിസ്റ്റമിക് ലൂപ്പസ് എരിത്തിമേറ്റസും ഇതേപോലെ സ്ത്രീകളിലാണ് പ്രീഡോമിനൻസ് വരുന്നത്. ജോഗ്രൻ സിൻഡ്രത്തിനും സെയിം ആണ്, സ്ത്രീകളിലാണ് പ്രീഡോമിനൻസ്. ബട്ട് ഡിഫറൻസ് പറയുന്നത്
എസ്എൽഇ മെയിൻ ആയിട്ട് അഫക്ട് റിപ്രൊഡക്റ്റീവ് ഏജ് ആണെങ്കിൽ ഇതിൽ പീപ്പിൾ ഓവർ ദ ഏജ് ഓഫ് 40 ആണ് മെയിൻ ആയിട്ട് അഫക്ട് ആവുന്നത്. ദെൻ ടൈപ്സ് പ്രൈമറി ജോഗ്രൻസും ഉണ്ട്, സെക്കൻഡറി ജോഗ്രൻസും ഉണ്ട്. സോ പ്രൈമറി ജോഗ്രൻസ് പറയുന്നത് ഒക്കേഴ്സ് എലോൺ, ഒറ്റയ്ക്കായിരിക്കും അത് ഒക്കർ ചെയ്യുന്നത് വിത്തൗട്ട് അസോസിയേഷൻ വിത്ത് അതർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. പ്രൈമറിയിൽ സീക്ക എന്ന് പറഞ്ഞ പോലെ ഡ്രൈ ഐസും ഡ്രൈ മൗത്തും ഉണ്ടാവും. സെക്കൻഡറി ജോഗ്രൻസിൽ ഒക്കേഴ്സ് അലോങ് സൈഡ് വിത്ത് അതർ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് സച്ച് ആസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ലൂപ്പസ് പോലുള്ള കണ്ടീഷൻസിനോട് ജോയിൻ ചെയ്ത് വരുന്ന കണ്ടീഷനാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ പാത്തോജെൻസിസ് നമ്മൾ നോക്കണേ. ഈ ജോഗ്രൻസിന്റെയും അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിന്റെയും ഏകദേശം സിമിലർ പാറ്റേൺ ആണ്. അതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ കൊടുത്തത് വെച്ചാൽ നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിനെ കുറിച്ച് റെഫർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം ഈ സെയിം പാത്തോജെൻസിസിൽ. ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് കാരണം കൊണ്ട് ഓട്ടോ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് അങ്ങനെ ബി സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇൻക്രീസ്ഡ് ഓട്ടോ ആന്റിബോഡി പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ദെൻ അത് ടി ലിംഫോസൈറ്റ് ഇൻഫിൽട്രേഷൻ ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ്സിലോട്ട് ടി ലിംഫോസൈറ്റ്സിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് ഗ്ലാൻഡുലാർ ഡിസ്ട്രക്ഷൻ ലീഡിങ് ടു ഡിസ്ഫങ്ഷൻ എന്തുണ്ടാവും. അതുപോലെ തന്നെ ടി സെൽ ലിംഫോസൈറ്റിക് ഇൻഫിൽട്രേഷൻ ഇവിടെ ആണെങ്കിൽ തൈറോയിഡിലാണെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിലും, ജോഗ്രൻസ് ഇതിലാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ടി സെൽസിന്റെ ലിംഫോസൈറ്റിക് ഇൻഫിൽട്രേഷൻ ആണ് ശരിക്കും നടക്കുന്നത്. അപ്പൊ ടി സെൽസ് പോയിട്ട് എന്തിനെ അറ്റാക്ക് ചെയ്യും? ടി സെൽസ് ലിംഫോസൈറ്റിക് ആയിട്ട് ഇൻഫിൽട്രേഷൻ ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്, എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡ്സിൽ പോയിട്ട് മെയിൻ ആയിട്ട് അതായത് നമ്മുടെ ഫ്ലൂയിഡ് സെക്രറ്റിംഗ് ഗ്ലാൻഡ്സ് പോലെ മോയ്സ്ചർ ഗ്ലാൻഡ്സിലൊക്കെ പോയിട്ട് ലൈക്ക് ലാക്രമൽ അല്ലെങ്കിൽ നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അറ്റാക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഡ്രൈ ആക്കും മൗത്തിനെ ഐനെയൊക്കെ. അങ്ങനെയാണ് ഗ്ലാൻഡുലാർ ഡിസ്ട്രക്ഷൻ ലീഡിങ് ടു ഡിസ്ഫങ്ഷൻ. അതാണ് ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്നത്. സിംറ്റംസ് ഓഫ് ജോഗ്രൻ സിൻഡ്രത്തിൽ മെയിൻ ആയിട്ട് അപ്പൊ ഡ്രൈ ഐസും ഡ്രൈ മൗത്ത് ഒക്കെ നമുക്ക് എഴുതാം. പിന്നെ റെഡ് ഈ കണ്ണില് ഡ്രൈനെസ് ഉള്ളത് കണ്ടുന്ന റെഡ് ഐസ് അല്ലെങ്കിൽ സാൻഡ് ഇൻ ദ ഐ സെൻസേഷൻ ആയിരിക്കും, നമുക്ക് കരട് വെട്ട പോലെ എപ്പോഴും ഇങ്ങനെ തോന്നുക, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കണ്ണിൽ. ലോ ടോളറൻസ് ടു ബ്രൈറ്റ് സൺലൈറ്റ് ഓർ വിൻഡ്, നമുക്ക് സൂര്യപ്രകാശത്തേക്ക് നോക്കാനൊന്നും പറ്റുണ്ടാവില്ല. ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാം. ടിംഗ്ലിംഗ് നംനെസ് ഇൻ ദ സോൾസ്, കാലിന്റെ ഉപ്പൂറ്റിന്റെ അവിടെ നമുക്ക് ഇങ്ങനെ ചുളുചുളുന്ന് കുത്തുന്ന പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നരമ്പ് എന്താ പറയാ കുത്തുന്നത് പോലെ ടിംഗ്ലിംഗ് സെൻസേഷൻസ് ഉണ്ടാവില്ല, ചുടുചുടുന്ന് കുത്തുക അല്ലെങ്കിൽ തരിപ്പ് പോലെയൊക്കെ തോന്നും. ദെൻ ഡ്രൈ ഐസ്, ഡ്രൈ മൗത്ത്, ഡ്രൈ നോസ്, ഡെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവും, ഡൈജഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവും, വെജൈനൽ ഡ്രൈനെസ് അല്ലെങ്കിൽ ജോയിന്റ് പെയിൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ബ്രെയിൻ ഫോഗ് ഉണ്ടാക്കും, അതായത് നമുക്കൊന്നും ചെയ്യാൻ കുറച്ച് നേരത്തേക്ക് ഭയങ്കര സ്റ്റക്ക് ആവുന്ന ഒരു അവസ്ഥ. ദെൻ ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേഷൻ, ഡ്രൈ ആൻഡ് ക്രാക്ക്ഡ് ടങ് ആൻഡ് ലിപ്സ്, വെള്ളമൊന്നും ഇല്ലാത്ത ആരുണ്ട് മോയ്സ്ചർ കണ്ടന്റ് മോയ്സ്ചർ ഭയങ്കര കുറവായത് കാരണം തന്നെ ക്രാക്ക് ചെയ്യാൻ ലിപ്പൊക്കെ പൊട്ടാനും വരണ്ട് പൊട്ടാനും, നമ്മൾ കാറ്റത്തടിച്ച് വരണ്ട് പൊട്ടി ശബോളം തേക്കൂലേ അതുമാതിരി വരണ്ട് പൊട്ടാനും അതിന്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻ കേട്ടോ. ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ് ആൻഡ് swallowing, ലിവർ പ്രോബ്ലംസ്, കിഡ്നി പ്രോബ്ലംസ്, ഡ്രൈ ഇച്ചി സ്കിൻ. മറ്റ് സിംറ്റംസിൽ ഫാറ്റിക് ആൻഡ് ക്രോണിക് പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ജോയിന്റ് ആൻഡ് മസിൽ പെയിൻ ഉണ്ട്. പിന്നെ എന്തായിരുന്നു, dry skin, dry nasal passages, dry cough, vaginal dryness, swelling of the glands around the face and neck, difficulty concentrating, memory issues and neuropathies. Systemic involvement നമ്മൾ പറഞ്ഞു, kidney, lungs, liver, pancreas, GIT, blood vessels, nervous system can be affected in more severe cases. Increased risk of non-Hodgkin lymphoma, നമ്മൾ പഠിച്ചാണ് non-Hodgkin lymphoma ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഡയഗ്നോസിസ് ആണ് ഇതിന്റെ ജോഗ്രൻസിന്റെ. ഡയഗ്നോസിസ് ക്യാൻ ബി ചാലഞ്ചിങ് ഡ്യൂ ടു ദ ഓവർലാപ്പ് ഓഫ് സിംപ്റ്റംസ് വിത്ത് അതർ കണ്ടീഷൻ. നമ്മൾ പറഞ്ഞു സെക്കൻഡറി ജോഗ്രൻസിലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ കുറച്ച് ചാലഞ്ചിങ് ആണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് നമുക്ക് മെയിനായിട്ട് മെഡിക്കൽ ഹിസ്റ്ററിയും ഫിസിക്കൽ എക്സാമിനേഷൻസും കണ്ടിട്ട് മനസ്സിലാക്കാം. മീൻസ് അറിയാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റ്, ഓട്ടോ ആന്റിബോഡീസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാം. ഐ ടെസ്റ്റ് നടത്തും, ഷിർമേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടിയർ പ്രൊഡക്ഷൻ ഒക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്, സലൈവറി ഗ്ലാൻഡിന്റെ ടെസ്റ്റ് നടത്തും, അതുപോലെ തന്നെ ബയോപ്സി. ഇത്രയും കാര്യം നമുക്ക് ഡയഗ്നോസിസിൽ ചെയ്യാം. നെക്സ്റ്റ് ആണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. സോ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താ, ഒരു ക്രോണിക് ആയിട്ടുള്ളതും യൂഷ്വലി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്. അതിന് എറ്റിയോളജി എന്ന് പറയുന്നത് കുറച്ച് അൺനോൺ ആണ്, പക്ഷെ നോർമലി ക്യാരക്ടറൈസ്ഡ് ബൈ പോളി ആർട്ടിക്കുലർ സിമെട്രിക്കൽ ജോയിന്റ് ഇൻവോൾവ്മെന്റ് ആൻഡ് സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻ. അതായത് പോളി ആർട്ടിക്കുലർ ഒന്നിൽ കൂടുതൽ ജോയിന്റ്സിലോട്ടും അത് ബാധിക്കാറുണ്ട് കേട്ടോ. അപ്പൊ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ് ക്രോണിക് ആയിട്ടുള്ളതും സിസ്റ്റമിക് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ദാറ്റ് ഇൻവോൾവ്സ് ഇൻഫ്ലമേഷൻ ഇൻ ദ മെംബ്രൈൻ ലൈനിങ് ഓഫ് ദ ജോയിന്റ്സ് ആൻഡ് ഓഫൺ അഫക്ട്സ് ഇന്റേണൽ ഓർഗൻസ്. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ളതും സിസ്റ്റമിക് ആയിട്ടുള്ള കണ്ടീഷനാണ് മെയിൻ ആയിട്ട് അത് ഇൻവോൾവ് ചെയ്യുന്നത്. ഇവിടെ ഇൻഫ്ലമേഷൻ ഇൻ ദ മെംബ്രൈൻ ലൈനിങ്ങിനും ജോയിന്റ്സിനും മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്.
മോസ്റ്റ് കോമൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് 1% ഓഫ് ദ പോപ്പുലേഷൻ അഫക്ട് ചെയ്യാറുണ്ട്. 5% വുമണും 3% മെന്നും 65 വയസ്സുകൾക്ക് ശേഷം ഉണ്ടാവുന്നു. പിന്നെ നോൺ ഏർലി ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ജോയിന്റ് ഡിഫോമിറ്റിക്കും അതുപോലെ തന്നെ മോർബിഡിറ്റി മോർട്ടാലിറ്റിക്കും കാരണമാവുന്നുണ്ട്. സോ അതിന്റെ ഒരു ഓവർവ്യൂ ആണ്. റൊമാറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ എക്സ്ട്രീം കണ്ടീഷൻസിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെയൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. റിമിഷൻസ് ഉണ്ടാവാനും ഡിസീസിന്റെ ഫ്ലെയർ, അതായത് വന്നിട്ട് തിരിച്ച് എപ്പിസോഡിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ശരിക്കും പറഞ്ഞാൽ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ജോയിന്റ്സ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഏജിലുള്ള പീപ്പിളിനും ഉണ്ടാവുമെങ്കിലും കൂടുതലും കണ്ടുവരുന്നത് പ്രീഡോമിനന്റ്ലി സീൻ ഇൻ എബവ് 65 ആണ്. പക്ഷെ എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഉണ്ടാവും. Rheumatoid factor is an antibody that can be found in the blood of 80% of people with rheumatoid arthritis. സോ ഇത് ജസ്റ്റ് ഒരു പിക്ചർ ആണ്. നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ ജോയിന്റും റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാരുടെ ജോയിന്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ നോക്കുക, ഇവിടെ ഭയങ്കര വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ജോയിന്റ് സ്പേസും ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയ ജോയിന്റ് സ്പേസ് നാരോ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ ഇറോഷൻ സംഭവിക്കണം. ആർട്ടിക്കുലർ സർഫസസ് ലീഡിംഗ് ടു ബോൺ ഇറോഷൻ ആൻഡ് ഓസ്റ്റിയോപൊറോസിസ് വരെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ സൈനോവൽ തിക്കനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ഇതാണ് ഡിഫറൻസ് വരുന്നത്. അങ്ങനെ അത് അവിടെ ഭയങ്കര ഫ്രിക്ഷൻ പോലെയൊക്കെ ആവാൻ ചാൻസസ് ഉണ്ട്. ആറര ടൈപ്സ് സെറോ നെഗറ്റീവ് ആറ ഉണ്ട്, സെറോ പോസിറ്റീവ് ആറ ഉണ്ട്, ജൂനിയർ ആറ ഉണ്ട്, ജുവനൈൽ ആറ ഉണ്ട്. ജൂനിയേഴ്സ് കുട്ടികൾക്ക് വരുന്ന ജുവനൈൽ ആറ ഉണ്ട്. സോ സെറോ പോസിറ്റീവ് ആറ എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് ടെസ്റ്റിൽ പ്രോട്ടീൻ റൊമാറ്റോയിഡ് ഫാക്ടർ പ്രോട്ടീൻ ആയിട്ട് പോസിറ്റീവ് ആയിട്ട് വന്നു എന്ന് വെച്ചാൽ അത് സെറോ പോസിറ്റീവ് ആറയാണ്. അല്ലെങ്കിൽ CCP ആന്റിസൈക്ലിക് സിട്രോലിനേറ്റഡ് പെപ്റ്റൈഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ആന്റിബോഡി പോസിറ്റീവ് ആയി വന്നാൽ അത് സെറോ പോസിറ്റീവ് ആറയാണ്. ഇങ്ങനെ കൂടുതൽ നോർമൽ ആൾക്കാർക്കും സെറോ പോസിറ്റീവ് ആറയാണ് കാണാറ്. ഇനി ചില ആൾക്കാർക്ക് സെറോ നെഗറ്റീവ് ആറായിരിക്കും. അവർക്ക് RF അതായത് റൊമാറ്റോയിഡ് ഫാക്ടറും അതുപോലെ തന്നെ RF ഫാക്ടറും CCP നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ അവർക്ക് എങ്ങനെ മനസ്സിലാക്കുന്നത് എക്സ്റേ എടുത്തിട്ട് അവരുടെ സിംറ്റംസ് വെച്ചിട്ടുമായിരിക്കും അനലൈസ് ചെയ്യുന്നുണ്ടാവുക. ഇത് ജുവനൈൽ ആറ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കുട്ടികളിൽ 17 വയസ്സിന് താഴെയുള്ള ആൾക്കാരിൽ ഉണ്ടാവുന്ന ആറയാണ്. കുറച്ച് ടെമ്പററി ആണ്. അങ്ങനെ ചില ആൾക്കാർ ലൈഫ് ലോങ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് കേട്ടോ. അതാണ് ജുവനൈൽ ആറ. ദെൻ പാത്തോഫിസിയോളജി നോക്കുകയാണെങ്കിൽ ആന്റിജൻ പ്രസന്റിങ് സെൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. പ്രോസസ് ആൻഡ് പ്രസന്റ് ആന്റിജൻസ് ടു T cells അത് പ്രസന്റ് ചെയ്യുന്നു, വിച്ച് മേ സ്റ്റിമുലേറ്റ് B cells ടു പ്രൊഡ്യൂസ് ആന്റിബോഡീസ് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ് ടു ഡെസ്ട്രോയ് ആൻഡ് റിമൂവ് ബോൺ. അപ്പൊ ഈ B cells ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിന്, ആന്റിബോഡീസിന്. അതെന്ത് ചെയ്യും, ആൻഡ് ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡെസ്ട്രോയ് ആൻഡ് റിമൂവ് ബോണിനെ ഡെസ്ട്രോയ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. മാക്രോഫേജസ് സ്റ്റിമുലേറ്റഡ് ബൈ ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്യാൻ സ്റ്റിമുലേറ്റ് T cells ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ് ടു പ്രൊമോട്ട് ഇൻഫ്ലമേഷൻ. അപ്പോൾ ഈ മാക്രോഫേജ് ഇമ്മ്യൂൺ റെസ്പോൺസ് വഴി സ്റ്റിമുലേറ്റ് ആവുന്ന മാക്രോഫേജ് എന്തെന്ന് വെച്ചാൽ T cellsനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ T cellsനെ ഓസ്റ്റിയോക്ലാസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ദേ ഓൾസോ ക്യാൻ സ്റ്റിമുലേറ്റ് ഫൈബ്രോബ്ലാസ്റ്റ് വിച്ച് പ്രൊഡ്യൂസ് മാട്രിക്സ് മെറ്റലോപ്രോട്ടീനേസ് ടു ഡിഗ്രേഡ് ദ ബോൺ മെട്രിക്സ് ആൻഡ് പ്രൊഡ്യൂസ് പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്. ഇതിന് അത് മാത്രമല്ല ഫൈബ്രോബ്ലാസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ അതെന്താണ്, മെറ്റാലോപ്രോട്ടീനേസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്. അതാണ് ബോൺ മാട്രിക്സിനെ അതുപോലെ തന്നെ പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈനെ ഒക്കെ ഡിഗ്രേഡ് ചെയ്യുന്ന സാധനം. Then activated T cells and macrophage release factors that promote tissue destruction, increased blood flow, and rest in cellular invasion of synovial tissue and joint fluid. നോക്കുമ്പോൾ മനസ്സിലാവും പ്ലാസ്മ സെൽസിന് അതുപോലെ തന്നെ ആന്റിജൻ പ്രോസസ്ഡ് ആന്റിജൻ വരുമ്പോൾ B cells-ഉം T cells-ഉം ആക്ടിവേറ്റഡ് ആയിട്ട് ഈ T cells-ഉം B cells-നെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓസ്റ്റിയോക്ലാസ്റ്റ് ഉണ്ട്. ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് ഇന്റർലോക്കിൻ 17 പ്രസൻസിൽ ബോൺ ഡിസ്ട്രക്ഷന് കാരണമാവുന്നു. ഈ ഇമേജ് നോക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ആക്ടിവേറ്റഡ് മാക്രോഫേജ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്റർലോക്കിൻ 17 കാരണം കൊണ്ട് ഈ പറഞ്ഞതുപോലെ ബോൺ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും. അത് മാത്രമല്ല ഇന്റർലോക്കിൻ 1-ഉം TNF ആൽഫയുടെ ഇതിൽ ബോൺ മാട്രിക്സിന്റെ ഡിഗ്രഡേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഫൈബ്രോബ്ലാസ്റ്റ് കൂടെ വന്നിട്ട് മെട്രിക്സ് മെറ്റലോപ്രോട്ടീനേസസും കൂടെ വന്നിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്, ഈ പറഞ്ഞ ബോൺ മെട്രിക്സ് ഡിഗ്രഡേഷൻ ഒരു ആക്കം കൂട്ടുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ബോൺ ഡിസ്ട്രക്ഷനും ഈ സൈനോവിയലിന്റെ ഇടയിൽ പോളിയാർട്ടിക്കുലർ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയും ഇങ്ങനെ ഓട്ടോ ആന്റിബോഡീസിന്റെ ഇത് കാരണം കൊണ്ട് ചേഞ്ചസ് ഉണ്ടാവുകയും അവിടെ ഇൻഫ്ലമേഷൻ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ജോയിന്റ് ഇൻവോൾവ്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഹാൻഡ്, റിസ്റ്റ്, ആംഗിൾസ് അവിടെയൊക്കെ അഫക്ട് ചെയ്യും. ചില കയ്യിൽ വാംത്ത്, ഭയങ്കര ചൂടും നീര് വരുമ്പോഴായിരിക്കും. അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റിഫ്നെസ്, തണുപ്പുള്ള സമയത്തൊക്കെ മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടാവും. പിന്നെ ഫങ്ഷണാലിറ്റിയിൽ കുറച്ച് ഡിക്രീസ്, പിന്നെ 6 വീക്കോളം സിംറ്റംസ് നിൽക്കാറുണ്ട്. ജനറലൈസ്ഡ് ഫാറ്റിഗ്, അതുപോലെ തന്നെ വീക്ക്നെസ്സും ഡിക്രീസ്ഡ് മൂഡ്, നോൺ സ്പെസിഫിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. റൊമാറ്റോയിഡ് നൊഡ്യൂൾസും ആൾസോ ഫോം ചെയ്യാറുണ്ട് ഈ സർഫസസിൽ.
പിന്നെ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് അല്ലെങ്കിൽ പ്ലൂറൽ ഡിസീസ് ഉണ്ടാവും, വാസ്കുലൈറ്റിസ്, കെരാട്ടോ കൺജക്റ്റിവൈറ്റിസ്, സീക്ക, സ്ക്ലീറൈറ്റിസ് ഓർ ജോഗ്രൻസ് ഡിസീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോഗ്രൻസിന് സെക്കൻഡറി ആയിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരും. അതിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഈ പറഞ്ഞ പോലെ ജോഗ്രൻസ് ഡിസീസ് വരും. ഫെൽറ്റി സിൻഡ്രോം അല്ലെങ്കിൽ അനീമിയ. ഇനി ജനറൽ ആണെങ്കിൽ ഫെറ്റീഗും പെയിന് സ്റ്റിഫ്നെസ് എസ്പെഷ്യലി ഇൻ ഏർലി മോർണിംഗ് ആഫ്റ്റർ സിറ്റിംഗ് എ ലോങ് പീരീഡ് ഓഫ് ടൈം. പിന്നെ അതുപോലെ തന്നെ ലോ ഗ്രേഡ് ഫീവർ ഉണ്ടാവാറുണ്ട്, മസിൽ പെയിൻ, റൊമറ്റോയിഡ് നൊഡ്യൂൾസ്. ഇതാണ് ഈ പിക്ചറിൽ കാണാണ് റൊമറ്റോയിഡ് നൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ജോയിൻസിന്റെ അവിടെ അങ്ങനെ നൊഡ്യൂൾ ഫോം ചെയ്യാൻ തുടങ്ങും. ഡീഫോമിറ്റി ഓഫ് യുവർ ജോയിൻസ് ഓവർ ടൈം, റൈനോട്ട് ഫിനോമിനൽ മാസോ സ്പാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. then ഇൻവെസ്റ്റിഗേഷനിൽ ESR CRP ഒക്കെ കൂടും, HB കുറയും, then ടിഷ്യൂ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കുറയും, സെറം അയൺ കൂടും, പിന്നെ വൈറ്റ് സെൽസും കാരണം പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ നോർമൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതാണ് ESRും CRP ഒക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ആൻഡ് ഇൻഫെക്ഷൻ. റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ നമ്മൾ നടത്താറുണ്ട്, MRI എടുക്കും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ESRും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും, ആന്റി CCP ചെക്ക് ചെയ്യും, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ചെക്ക് ചെയ്യും. അപ്പൊ ബ്ലഡ് ടെസ്റ്റിൽ അതൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ അതാണ് 6. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. സോ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണ് CNSന്റെ, ഇൻ വിച്ച് ദ ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്സ് ദ പ്രൊട്ടക്റ്റീവ് മൈലിൻ ഷീത്ത് കവറിംഗ് നെർവ് ഫൈബേഴ്സ് ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സ്, മൈലിൻ ഷീത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മൈലിൻ ഷീത്ത് ഫൈബേഴ്സിനെ കവർ ചെയ്യുന്ന മൈലിൻ ബ്രെയിനിന്റെ ഫൈബേഴ്സിനെ നെർവ് ഫൈബേഴ്സിനെ കവർ ചെയ്യുന്ന മൈലിൻ ഷീത്തിന് എന്താ പറയുക ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നു. അത് എവിടെയൊക്കെ ബ്രെയിനിലുണ്ട്, സ്പൈനൽ കോഡിലുണ്ട്, ഒപ്റ്റിക് നെർവ്സിലുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷനാണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. ദിസ് ലീഡ്സ് ടു ഡീമൈലിനേഷൻ, നെർവ് ഡാമേജ് ആൻഡ് എ വൈഡ് റേഞ്ച് ഓഫ് ന്യൂറോളജിക്കൽ സിംറ്റംസ്. ഇങ്ങനെ ഈ മൈലിൻ ഷീറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിനോട് അതിന് ഡീമൈലിനേഷൻ ഉണ്ടാവുന്നുണ്ട്, നെർവ് ഡാമേജ് ഉണ്ടാവുന്നുണ്ട്, വൈഡ് റേഞ്ച് ഓഫ് ന്യൂറോളജിക്കൽ സിംറ്റംസും ഉണ്ടാവുന്നുണ്ട്. Multiple sclerosis most commonly affects young adults between 20 to 40 years of age and is more prevalent in women. നമ്മൾ പറഞ്ഞ 4 കണ്ടീഷൻസിലും വുമണിൽ തന്നെയാണ് കൂടുതൽ. പിക്ചേഴ്സിൽ നോക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഷ്വാൻ സെൽസും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും, അതേപോലെ തന്നെ നെർവ് എഫക്റ്റഡ് ബൈ MS ആണെങ്കിൽ നോക്കുക, ഡാമേജ്ഡ് ആയിട്ടുള്ള മൈലിനായിരിക്കും, ഫുൾ കവറേജ് ഇല്ലാതെ ഡാമേജ്ഡ് ആയിട്ടുള്ള മൈലിനായിരിക്കും അതിൽ ഉണ്ടാവുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിന്റെ ടൈപ്സ് ആണ്. റിലാപ്സിംഗ് റെമിറ്റിംഗ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉണ്ട്. അതാണ് മോസ്റ്റ് കോമൺ ഫോം, ക്യാരക്ടറൈസ്ഡ് ബൈ എപ്പിസോഡ്സ് ഓഫ് ന്യൂ അല്ലെങ്കിൽ വേഴ്സണിങ് സിംറ്റംസ് ഫോളോഡ് ബൈ പീരീഡ്സ് ഓഫ് റെമിഷൻസ്. അല്ലെങ്കിൽ പുതിയതോ അല്ലെങ്കിൽ വേഴ്സണിങ് ആയിട്ടുള്ള സിംറ്റംസ് കൊണ്ട് ഉണ്ടാകുന്നു. സെക്കൻഡറി പ്രോഗ്രസീവ് MS. അപ്പോൾ റിലാപ്സിംഗ് റെമിറ്റിംഗ് MS ഉണ്ട്. സെക്കൻഡറി പ്രോഗ്രസീവ് MS എന്ന് പറഞ്ഞാൽ ഫോളോസ് റിലാപ്സിംഗ് റെമിറ്റിംഗ് MS. ഈ റിലാപ്സിംഗ് റെമിറ്റിംഗ് MSന് ശേഷം ഉണ്ടാകുന്നതാണ് വിത്ത് ഗ്രാജുവൽ വേഴ്സണിങ് ആൻഡ് ഫ്യൂവർ റെമിഷൻസ്. അധികം റെമിഷൻസ് ഇല്ലാണ്ട് ഉണ്ടാകുന്നതാണ് സെക്കൻഡറി പ്രോഗ്രഷൻ. പ്രൈമറി പ്രോഗ്രസീവ് MS എന്ന് പറഞ്ഞാൽ സ്റ്റഡി പ്രോഗ്രഷൻ ഓഫ് സിംറ്റംസ് ഫ്രം ഓൺസെറ്റ് വിത്തൗട്ട് ക്ലിയർ റിലാപ്സിസ് ഓർ റെമിഷൻസ് ആണ്. Then clinically isolated syndrome, first episode of neurological symptoms may or may not progress to MS. അപ്പൊ ഇത്രയാണ് ടൈപ്സിൽ വരുന്നത്. റിലാപ്സിംഗ് റെമിറ്റിംഗ് MS, സെക്കൻഡറി പ്രോഗ്രസീവ് MS, പ്രൈമറി പ്രോഗ്രസീവ് MS, ക്ലിനിക്കലി ഐസൊലേറ്റഡ് സിൻഡ്രോം. പാത്തോഫിസിയോളജി ആണ് സെൽ മീഡിയേറ്റഡും ഹ്യൂമറൽ മീഡിയേറ്റഡ് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്. സോ സെൽ മീഡിയേറ്റഡ് വഴി നോക്കുമ്പോൾ CD4+ T ഹെൽപ്പർ സെൽസ് അതുവഴി ഇന്റർഫെറോൺ ഗാമ ആക്ടിവേറ്റ് ആവുന്നു. അത് മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് TNF ആൽഫയും എന്ത് ചെയ്യും, അറ്റാക്ക് മൈലിൻ ഷീത്ത് ആൻഡ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. അതേപോലെ തന്നെ CD4TH+ ഇതായിട്ടെന്ന് വെച്ചാൽ സൈറ്റോകൈൻസ് ആയെന്ന് വെച്ചാൽ ന്യൂട്രോഫിൽ മോണോസൈറ്റ്സ് കീമോടാക്സസ് നടന്നിട്ട് ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യും. ദെൻ ഹ്യൂമറൽ ആണെങ്കിൽ ഓട്ടോ റിയാക്റ്റീവ് ബി സെൽസും ഓട്ടോ റിയാക്റ്റീവ് ബി സെൽസ് ആൻഡ് പ്ലാസ്മ സെൽസ് ഉണ്ടാവുന്നു. ആ സംഭവം മൈലിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒലിഗോക്ലോണൽ ഓട്ടോ ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്ത് ചെയ്യും, മൈലിൻ ഷീറ്റിനെയും അതുപോലെ തന്നെ ഒലിഗോഡെൻഡ്രോസൈറ്റ്സിനെയും അറ്റാക്ക് ചെയ്തിട്ട് ഡീമൈലിനേഷൻ ഓഫ് മൈലിൻ ഷീറ്റ് മീൻസ് ആ സംഭവം ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ സെൻസറി നംനെസ്, കനം നെർവിനെയാണല്ലോ ബാധിക്കുന്നത്. നംനെസ്, ടിംഗ്ലിംഗ്, പെയിൻ ഉണ്ടാവും, ഇലക്ട്രിക് ഷോക്ക് സെൻസേഷൻസ് ഉണ്ടാവും. മോട്ടോർ ആണെങ്കിൽ വീക്ക്നെസ്, സ്പെസിഫിസിറ്റി, സ്പാസ്റ്റിസിറ്റി, ലാക്ക് ഓഫ് കോർഡിനേഷൻ, ട്രമർ, ഡിഫിക്കൽട്ടി വാക്കിംഗ് ഓർ സ്റ്റാൻഡിങ്. ദെൻ വിഷ്വൽ ആണെങ്കിൽ ബ്ലേർഡ് അല്ലെങ്കിൽ ഡബിൾ വിഷൻ ആയിരിക്കും, പെയിൻ വിത്ത് ഐ മൂവ്മെന്റ്, പാർഷ്യൽ ഓർ കംപ്ലീറ്റ് വിഷൻ ലോസ് ഉണ്ടാവും. ഫെറ്റീഗിൽ പെർസിസ്റ്റന്റ് ടയേർഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മെമ്മറി പ്രോബ്ലംസും ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേഷൻ, സ്ലോഡ് തിങ്കിങ്, പോർ ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ. ഡിസ്നെസ്, വെർട്ടിഗോ, സ്പീച്ച് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും, ബവൽ ആൻഡ് ബ്ലാഡർ ഡിസ്ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
ഇതിന്റെ സിംറ്റംസ് ജസ്റ്റ് നേരത്തെ പറഞ്ഞതൊക്കെ ഒന്നും കൂടെ പിക്ചോറിക്കലി ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഡയഗ്നോസിസിൽ മെയിൻ ആയിട്ട് ഡയഗ്നോസിസ് ഇസ് ബേസ്ഡ് ഓൺ ദ എവിഡൻസ് ഓഫ് CNS ലീഷൻസ് ഉണ്ടാവും നോക്കും. ടൈം സ്പേസ് MRI ലംബാർ പങ്ക്ചർ എടുത്ത് നോക്കും. അതുപോലെ തന്നെ എവോക്കഡ് പൊട്ടൻഷ്യൽ ടെസ്റ്റ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലേക്ക് അനുസരിച്ചിട്ടുള്ള ബ്രെയിന് റെസ്പോൺസ് വരുന്നുണ്ടോ എന്ന് നോക്കും. ഇൻഡിക്കേറ്റിംഗ് സ്ലോഡ് നെർവ് കണ്ടക്ഷൻ. എക്സ്ക്ലൂഷൻ ഓഫ് അതർ കോസസ്, മറ്റ് കോസസിനൊക്കെ റൂൾ ഔട്ട് ചെയ്ത് കളയും. MS അല്ലല്ലോ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് അല്ലല്ലോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യും. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം ഫെയിൽസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആൻഡ് റിയാക്ട്സ് ബൈ ദ ഫോർമേഷൻ ഓഫ് ഓട്ടോ ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് വൺസ് ഓൺ ടിഷ്യൂ ആന്റിജൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം ഇമ്മ്യൂൺ ടോളറൻസ് ആണ്. ഫീറ്റൽ ലൈഫ് മുതൽ നമ്മുടെ ബോഡീനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽഫ് ടിഷ്യൂ ചെയ്ത ആന്റിജൻസ് ആണ്. അതിന്റെ 3 മെക്കാനിസം: ക്ലോണൽ എലിമിനേഷൻ, അതായത് സെൻട്രൽ ടോളറൻസ്, കോൺസെപ്റ്റ് ഓഫ് ക്ലോണൽ അനാലജി, സപ്രസർ T സെൽസ് ഓർത്ത് വയ്ക്കുക. പിന്നെ ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ ക്രൈറ്റീരിയാസ് 5 പ്രസൻസ് ഓഫ് ഓട്ടോ ആന്റിബോഡീസ്, ഇമ്മ്യൂൺ റെസ്പോൺസ് ടു സെൽഫ് ആന്റിജൻസ്, പ്രൊഡക്ഷൻ ഓഫ് ഡിസീസ് ഇൻ എക്സ്പെരിമെന്റൽ മോഡൽസ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, റെസ്പോൺസ് ടു ഇമ്മ്യൂണോസപ്രസീവ് തെറാപ്പി. ക്രൈറ്റീരിയ ഓർത്ത് വയ്ക്കുക. പാത്തോജൻസിസിൽ 3 മെയിൻ കോസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ്, ജനറ്റിക് ഫാക്ടേഴ്സ് ആൻഡ് മൈക്രോബിയൽ. ഇമ്മ്യൂണോളജിക്കലിൽ പോളിക്ലോണൽ ബി സെൽ ആക്ടിവേഷൻ, സെൽഫ് റിയാക്റ്റീവ് ബി സെൽ ആക്ടിവേഷൻ, T സെൽ ഇംബാലൻസ്, ഫ്ലക്ച്വേഷൻ ഓഫ് ആന്റി ഇഡിയോടൈപ്പ് നെറ്റ്വർക്ക് കൺട്രോൾ, സെക്വസ്റ്റേർഡ് ആന്റിജൻസ്. ജനറ്റിക്കൽ ഫാക്ടേഴ്സിൽ HLA അസോസിയേഷൻ, ഫെമിലിയൽ ടെൻഡൻസി. നെക്സ്റ്റ് നമ്മൾ മെക്കാനിസം പറഞ്ഞു. ടൈപ്സിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓർഗൻ സ്പെസിഫിക് ഉണ്ട്, ഓർഗൻ നോൺ സ്പെസിഫിക്, അതായത് സിസ്റ്റമിക് ആൻഡ് ലോക്കലൈസ്ഡ് ഉണ്ട്. അതിൽ ഓർഗൻ സ്പെസിഫിക് ആണ് ഈ പറഞ്ഞ എൻഡോക്രൈൻ ഗ്ലാൻഡ്, അലിമെന്ററി ട്രാക്ടിനൊക്കെ അഫക്റ്റ് ആണ്. ഓർഗൻ സ്പെസിഫിക്. ഓർഗൻ നോൺ സ്പെസിഫിക് ലൈക്ക് കൊളാജൻ ഡിസീസസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഓർഗൻ നോൺ സ്പെസിഫിക് ആണ്, ജോഗ്രൻസും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ 4 ഡിസീസ് പഠിച്ചു. SLE, അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ജോഗ്രൻസ് ഡിസീസ് സിൻഡ്രോം, പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആൻഡ് പിന്നെ ഏതായിരുന്നു ലാസ്റ്റ് പഠിച്ചത്? നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. നോക്കുക, ഇതിൽ നിങ്ങൾക്ക് ഇതെല്ലാത്തും എഴുതാട്ടോ. എക്സാമിന് ക്രൈറ്റീരിയ ചോദിച്ചിട്ടുണ്ട്, പാത്ത് ചോദിച്ചിട്ടുണ്ട്, ടൈപ്സ് ഏതെങ്കിലും 2 ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനെ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്തിൽ വരുന്നത്? ഓട്ടോ ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ PPT ഷെയർ ചെയ്യും ഞാൻ ആഫ്റ്റർ ഈ വീഡിയോ ക്ലാസ്സിന് ശേഷം. അപ്പൊ നിങ്ങൾ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ PPT വരുന്നത്. കാരണം നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.